പ്രിയപ്പെട്ട കുട്ടികളെ, ഇംഗ്ലീഷ് പൊതുവെ വിദ്യാർത്ഥികൾക്ക് പ്രയാസമുള്ള ഒരു വിഷയമാണ്. എന്നാൽ നാം അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ ഇംഗ്ലീഷ് പ്രയാസമില്ലാത്ത ഒരു വിഷയമാക്കി മാറ്റാൻ സാധിക്കും. ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വളരെ എളുപ്പമുള്ളതായി തീരും. ആദ്യം ഇംഗ്ലീഷ് വായിക്കുന്നതിനെക്കുറിച്ചും എഴുതുന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത്. റീഡിംഗ്. ഹിയർ റീഡിംഗ് ഓഫ് എ ലേൺ പേഴ്സൺ ഓർ റെഫർ എ ഡിക്ഷണറി. ഇംഗ്ലീഷ് വായന പഠിക്കാൻ ഇംഗ്ലീഷ് പഠിച്ച ഒരാൾ വായിക്കുന്നത് കേട്ട് പഠിക്കണം. അല്ലെങ്കിൽ ഉച്ചാരണം കൊടുത്തിട്ടുള്ള ഡിക്ഷണറി നോക്കി പഠിക്കണം. കാരണം ഇംഗ്ലീഷ് മലയാളം പോലെയല്ല. മലയാളത്തിൽ നമ്മൾ അക്ഷരമാല പഠിച്ചാൽ മലയാളം നമുക്ക് പതിയെ പതിയെ സ്വന്തമായി വായിച്ചെടുക്കാൻ പറ്റും. മലയാളത്തിൽ വി എന്ന് എഴുതിയാൽ അത് എല്ലാ സ്ഥലത്തും വി എന്ന് മാത്രമേ വായിക്കുകയുള്ളൂ. എന്നാൽ ഇംഗ്ലീഷിലെ ചില അക്ഷരങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പല ഉച്ചാരണങ്ങളാണുള്ളത്. ഉദാഹരണം, ഇവിടെ 3 വേർഡ്സ് തന്നിട്ടുണ്ട്. പുട്ട്, കട്ട്, ഹട്ട്. ഇവിടെ യു എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം നോക്കുക. ഇവിടെ ഒന്നുകിൽ പുട്ട്, കുട്ട്, ഹുട്ട് അങ്ങനെ വായിക്കണം. അല്ലെങ്കിൽ പട്ട്, കട്ട്, ഹട്ട് അങ്ങനെ വായിക്കണം. ഇവിടെ ആദ്യം പുട്ട് എന്നതിൽ യു എന്ന അക്ഷരത്തിന് ഉ എന്ന ഒരു ഉച്ചാരണമാണ് വന്നത്. എന്നാൽ കട്ട് എന്നതിൽ ഉ എന്ന ഉച്ചാരണമല്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അക്ഷരമാല പഠിച്ചാൽ നമുക്ക് സ്വന്തമായി ഇംഗ്ലീഷ് വായിച്ചെടുക്കാൻ പറ്റുകയില്ല. ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ വായിക്കുന്നത് കേട്ട് മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് തെറ്റില്ലാത്ത രീതിയിൽ വായിച്ച് പഠിക്കാൻ പറ്റുകയുള്ളൂ. ഇംഗ്ലീഷിലെ ഓരോ ചാപ്റ്റേഴ്സും ഞാൻ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞാൻ ആദ്യം 1 പാരഗ്രാഫ് 2 പാരഗ്രാഫും ഒക്കെ വായിക്കും. എന്നിട്ടാണ് ഓരോ സെൻറ്റൻസ് വായിച്ച് അർത്ഥം പറയുന്നത്. അപ്പോൾ നിങ്ങളാ വായിക്കുന്നത് കേൾക്കുക. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം കേട്ടാലാണോ അതുപോലെ ഏകദേശം വായിക്കാൻ പറ്റുന്നത് അത്രയും പ്രാവശ്യം നിങ്ങളത് കേൾക്കുക. ചില കുട്ടികൾക്ക് 1 പ്രാവശ്യം കേട്ടാൽ തന്നെ അതുപോലെ വായിക്കാൻ പറ്റും. ചില കുട്ടികൾക്ക് 2, 3, 10 പ്രാവശ്യം കേൾക്കേണ്ടി വരും. പല പ്രാവശ്യം നമ്മൾ കേൾക്കുമ്പോൾ ക്രമേണ തെറ്റില്ലാത്ത രീതിയിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഇനി അടുത്തത് റൈറ്റിംഗ്, എഴുതുന്നതിനെ കുറിച്ചാണ്. ഇംഗ്ലീഷ് എഴുതുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ലേൺ വേർഡ്സ് ആൻഡ് ദെയർ സ്പെല്ലിങ്സ്. വാക്കുകളും അവയുടെ സ്പെല്ലിങ്ങുകളും പഠിക്കുക. പൊതുവെ കുട്ടികൾ വാക്കുകൾ മാത്രം പഠിക്കും, അവയുടെ സ്പെല്ലിങ് പഠിക്കൂല. അതുകൊണ്ടാണ് പലപ്പോഴും എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത്. ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ വാക്കുകളും അവയുടെ സ്പെല്ലിംഗ് ഉൾപ്പെടെ പഠിക്കണം. എന്നിട്ടത് കാണാതെ എഴുതി നോക്കണം. വല്ല തെറ്റുമുണ്ടെങ്കിൽ അത് തിരുത്തി വീണ്ടും എഴുതി നോക്കുക. ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ ക്രമേണ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് എഴുതാൻ പറ്റും. ഇനി വായിക്കാൻ തീരെ കിട്ടാത്ത കുട്ടികളാണെങ്കിൽ ലേൺ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് സ്മോൾ ലെറ്റേഴ്സ്. ആദ്യം ഇംഗ്ലീഷ് അക്ഷരമാല പഠിക്കുക, ചെറിയ അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങളും. എന്നിട്ട് ലേൺ സൗണ്ട്സ് ഓഫ് ലെറ്റേഴ്സ്, അക്ഷരങ്ങളുടെ സൗണ്ടുകൾ പഠിക്കുക. എ, ബി, സി. സി എന്ന അക്ഷരത്തിന് ക എന്ന സൗണ്ട് ഉണ്ട്. കാർ, CAR. അപ്പോൾ ഓരോ ലെറ്റേഴ്സിൻ്റെയും ശബ്ദങ്ങൾ പഠിക്കുക. അതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. പിന്നീട് അവർ ചെയ്യേണ്ടത് ലേൺ 2 ലെറ്റർ വേർഡ്സ്, 3 ലെറ്റർ വേർഡ്സ്, 4 ലെറ്റർ വേർഡ്സ്. 2 അക്ഷരങ്ങളുള്ള വാക്കുകൾ പഠിക്കുക. പിന്നെ 3 അക്ഷരങ്ങളുള്ള വാക്കുകൾ പഠിക്കുക. പിന്നെ 4 അക്ഷരങ്ങളുള്ള വാക്കുകൾ പഠിക്കുക. അങ്ങനെ 5, 6, 7 ഒക്കെ അക്ഷരങ്ങളുള്ള വാക്കുകൾ പഠിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. ഇവ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാഠഭാഗങ്ങൾ വായിക്കാനും എഴുതാനും പഠിക്കുക. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇംഗ്ലീഷ് വായനയും എഴുത്തും എങ്ങനെ ശരിയാക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇനി ഇംഗ്ലീഷിൽ സ്വന്തമായി എന്തെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം
എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ മലയാളികളാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യമായി എല്ലാ സെൻറ്റൻസുകളും മലയാളത്തിലാണ് രൂപപ്പെട്ടു വരിക. പിന്നീട് അതിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഓരോ ഭാഷയിലെയും സെൻറ്റൻസുകളുടെ ഘടനകൾ വ്യത്യസ്തമാണ്. ഞാനിവിടെ നമ്മൾ സാധാരണ സ്കൂളുകളിൽ പഠിക്കുന്ന 5 ഭാഷകളിൽ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഓരോ ഭാഷയിലെയും സെൻറ്റൻസുകളുടെ ഘടന വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന്. ആദ്യം മലയാളം. സാലിം പാൽ കുടിച്ചു ഒരു സെൻറ്റൻസാണ്. അവിടെ ബ്രാക്കറ്റിൽ കാണാം SOV, അതായത് സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വേർബ്. ഒരു സെൻറ്റൻസിൽ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ മേൽ അറിയിക്കുന്ന വാക്കാണ് വേർബ്. ആ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്. ആ പ്രവൃത്തി എന്തിൻ്റെ മേലിലാണോ സംഭവിച്ചത് അതാണ് ഒബ്ജക്റ്റ്. ഇവിടെ സാലിം പാൽ കുടിച്ചു. ഇതിൽ പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്ന വാക്ക് കുടിച്ചു എന്നതാണ്. അതാണ് വേർബ്. കുടിക്കുക എന്ന പ്രവൃത്തി ചെയ്ത ആളാണ് സബ്ജക്റ്റ്, അതായത് സാലിം ആണ് സബ്ജക്റ്റ്. ഈ കുടിക്കുക എന്ന പ്രവൃത്തി എന്തിൻ്റെ മേലിലാണ് സംഭവിച്ചത് അതാണ് ഒബ്ജക്റ്റ്. പാലിൻ്റെ മേലിലാണ് കുടിക്കുക എന്ന പ്രവൃത്തി സംഭവിച്ചത്. ഈ സെൻറ്റൻസിൽ സാലിം സബ്ജക്റ്റാണ്, പാല് ഒബ്ജക്റ്റാണ്, കുടിച്ചു എന്നത് വേർബാണ്. അപ്പോൾ മലയാളത്തിൽ നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ ആദ്യം സബ്ജക്റ്റാണ് വരിക, പിന്നെ ഒബ്ജക്റ്റ് വരും, പിന്നെ വേർബ് വരും. എന്നാൽ ഇംഗ്ലീഷിൽ അതേ ഘടനയല്ല. സാലിം ഡ്രാങ്ക് മിൽക്ക്, സാലിം പാല് കുടിച്ചു. ഇതിൽ സാലിം സബ്ജക്റ്റാണ്, പിന്നെ വന്നത് ഡ്രാങ്ക് എന്ന വേർബാണ്, അവസാനം ഒബ്ജക്റ്റ്. മലയാളത്തിൽ ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഒബ്ജക്റ്റ്, പിന്നെ വേർബ്. ഇംഗ്ലീഷിൽ ആദ്യം സബ്ജക്റ്റ്, പിന്നെ വേർബ്, അവസാനം ഒബ്ജക്റ്റ്. ഇതാണ് ഇംഗ്ലീഷിൽ സെൻറ്റൻസ് എഴുതുന്നതിൻ്റെ അല്ലെങ്കിൽ പറയുന്നതിൻ്റെ ഒരു ഘടന. ആദ്യം നമ്മൾ സബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അത് പറയണം അല്ലെങ്കിൽ എഴുതണം, എന്നിട്ട് വേർബ്, അതിൻ്റെ ശേഷം ഒബ്ജക്റ്റ്. ഇനി ഉറുദു ആൻഡ് ഹിന്ദി. ഉറുദു ഹിന്ദി ഏകദേശം ഒരേപോലെയാണ്, എഴുത്തിലാണ് വ്യത്യാസം വരുന്നത്. സാലിം ദൂത് പിയ, സാലിം പാല് കുടിച്ചു. ഇതിലാദ്യം സബ്ജക്റ്റ് സാലിം, പിന്നെ ദൂത് ഒബ്ജക്റ്റ്, അവസാനം വേർബ്. മലയാളത്തിൻ്റെ അതേ ഘടനയാണ്. അപ്പോൾ മലയാളികൾക്ക് കൂടുതൽ സംസാരിക്കാനും എഴുതാനും എളുപ്പം ഹിന്ദിയും ഉറുദുമായിരിക്കും, കാരണം സെൻറ്റൻസിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസമില്ല. എന്നാൽ ഇംഗ്ലീഷിൽ വ്യത്യാസമുണ്ട്, അതുപോലെ അറബിയിലും വ്യത്യാസമുണ്ട്. അറബി നോക്കുക. ഷെരിബ സാലിമുൻ അൽ ലബന. അറബിയിൽ ആദ്യം വേർബാണ് വരിക, പിന്നെ സബ്ജക്റ്റ്, പിന്നെ ഒബ്ജക്റ്റ്. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, എല്ലാ ഭാഷകളിലും സെൻറ്റൻസ് ഒരേ ഘടനയിലല്ല വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ സെൻറ്റൻസിലും ഒബ്ജക്റ്റ് ഉണ്ടാവണമെന്നില്ല. ഉദാഹരണം അവിടെ താഴെ കാണാം, സാലിം വെൻറ്റ് ടു സ്കൂൾ. ഇതിൽ സാലിം സബ്ജക്റ്റാണ്, വെൻറ്റ് വേർബാണ്, ടു സ്കൂൾ എന്നത് പ്രിപ്പോസിഷണൽ ഫ്രേസാണ്. അതിൽ ഒബ്ജക്റ്റ് ഇല്ല. ഒബ്ജക്റ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ആദ്യം സബ്ജക്റ്റ് എടുക്കുക, പിന്നെ വേർബ് എടുക്കുക, പിന്നെ ബാക്കി എന്താണോ അത് എഴുതി കൊടുക്കുക അല്ലെങ്കിൽ പറയുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സ്വന്തമായി സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് വാക്കുകൾ കിട്ടിയാൽ എഴുതേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മുടെ പ്രശ്നം വാക്കുകൾ കിട്ടുക എന്നുള്ളതാണ്. വാക്കുകൾ കിട്ടാനാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാണാതെ പഠിക്കാനോ കഥകൾ പഠിക്കാനോ കവിതകൾ പഠിക്കാനോ ഒന്നുമില്ല. നിങ്ങൾ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും അതിൽ നിന്നും മാക്സിമം വാക്കുകൾ സ്പെല്ലിങ്ങോട് കൂടി പഠിക്കുക. സാധാരണ ഇംഗ്ലീഷ് എക്സാമിന് അധിക ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സ്വന്തമായി എഴുതാനുള്ളതായിരിക്കും. ലെറ്റർ, സ്പീച്ച്, നോട്ടീസ്, കോൺവേഴ്സേഷൻ, ഇതൊക്കെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് വേർഡ്സ് കിട്ടണം. അപ്പോൾ നിങ്ങൾ മാക്സിമം വേർഡ്സ് ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും പഠിക്കുക, സ്പെല്ലിങ്ങോട് കൂടി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേർഡ്സ് കിട്ടും. അതാണ് ഏറ്റവും അവസാനം. എൻറിച്ച് യുവർ വൊക്കാബുലറി.
നിങ്ങളുടെ പദസമ്പത്ത് സമ്പന്നമാക്കുക. ഇനി ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ കുറച്ച് വേർബ്സ് കാണാം. ഗോ, കട്ട്, കം, പ്ലേ. ഇംഗ്ലീഷിലെ എല്ലാ വേർബിനും 3 ഫോമുകളുണ്ട്. V1, V2, V3. ഗോ, വെൻറ്റ്, ഗോൺ. ഗോ എന്നുള്ളത് V1 ആണ്, വെൻറ്റ് V2, ഗോൺ V3. ഇംഗ്ലീഷിലെ എല്ലാ വേർബുകൾക്കും ഈ 3 രൂപങ്ങളുണ്ടാവും. ചില വേർബ്സിൻ്റേത് 3ഉം വ്യത്യസ്തങ്ങളായിരിക്കും, ചിലത് 3ഉം സെയിം ആയിരിക്കും, ചിലത് 2 ഒരുപോലെ ആയിരിക്കും. ഇവിടെ നോക്കുക, ഗോ, വെൻറ്റ്, ഗോൺ 3 വ്യത്യസ്തങ്ങളാണ്. കട്ട്, കട്ട്, കട്ട് 3ഉം സെയിം ആണ്. കം, കെയിം, കം ആദ്യത്തതും അവസാനത്തതും സെയിം ആണ് 2. പ്ലേ, പ്ലേഡ്, പ്ലേഡ് രണ്ടാമത്തതും മൂന്നാമത്തതും സെയിം ആണ്. ഇത് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം. ഓരോ വേർബും അതിൻ്റെ V2, V3 ഫോം നമ്മൾ കാണാതെ പഠിച്ച് വെക്കണം. അതിൻ്റെ ഒരു മോഡൽ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ 4 വേർബ്സ് മാത്രം ഇവിടെ കാണിച്ചത്. ബാക്കി എല്ലാ വേർബ്സിനും ഇതുപോലെ 3 ഫോംസ് ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി V1 എപ്പോഴാണ്, V2 എപ്പോഴാണ്, V3 എപ്പോഴാണ് ഉപയോഗിക്കുക എന്ന് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിലും പ്രസൻറ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും ഒരു സെൻറ്റൻസ് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. നമുക്കറിയാം 3 കാലങ്ങളാണുള്ളത്. ഒന്ന് പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞ കാലം, ഭൂതകാലം. പ്രസൻറ്റ് ടെൻസ് രണ്ടാമത്തത്, വർത്തമാനകാലം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം. മൂന്നാമത്തത് ഫ്യൂച്ചർ ടെൻസ്, ഭാവി കാലം. നമ്മൾ ഉണ്ടാക്കുന്ന സെൻറ്റൻസ് ഒന്നുകിൽ പാസ്റ്റ് ടെൻസിലായിരിക്കും, അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസിലായിരിക്കും, അതുമല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലായിരിക്കും. അപ്പോൾ ഈ 3 കാലങ്ങളിൽ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ അതിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ് എന്താണ് എന്ന് മനസ്സിലാക്കണം. പോസിറ്റീവ് സെൻറ്റൻസ് എന്നാൽ ഒരു കാര്യം ചെയ്തു, ആണ് എന്നൊക്കെ പറയുന്നതാണ് പോസിറ്റീവ് സെൻറ്റൻസ്. നെഗറ്റീവ് സെൻറ്റൻസ് എന്നാൽ ചെയ്തില്ല, അല്ല എന്ന് പറയുന്ന സെൻറ്റൻസാണ്. ഉദാഹരണം, അവൻ ചായ കുടിച്ചു, അവൻ ചായ കുടിച്ചിട്ടില്ല. ചായ കുടിച്ചു എന്നത് പോസിറ്റീവാണ്, കുടിച്ചിട്ടില്ല എന്നത് നെഗറ്റീവാണ്. അവൻ ടീച്ചറാണ്, പോസിറ്റീവ് സെൻറ്റൻസാണ്. അവൻ ടീച്ചറല്ല, നെഗറ്റീവ് സെൻറ്റൻസാണ്. ആദ്യം നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലും പ്രസൻറ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും എങ്ങനെയൊക്കെ പറയാമെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാസ്റ്റ് ടെൻസ്, വേർബ് V2 ഫോം. പാസ്റ്റ് ടെൻസിലൊരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ അതിലെ വേർബ് V2 ഫോമിലായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു V1, V2, V3. ഓരോ വേർബിനും ഈ 3 രൂപങ്ങളുണ്ട് എന്ന്. എക്സാമ്പിൾ, ഉദാഹരണം, രാജു ഡ്രാങ്ക് മിൽക്ക്. രാജു പാല് കുടിച്ചു. ഇവിടെ ഡ്രിങ്കാണ് V1, അതിൻ്റെ V2 ആണ് ഡ്രാങ്ക്. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. അവിടെ V2 ഉപയോഗിച്ചു. ഇനി പ്രസൻറ്റ് ടെൻസ്, വേർബ് V1 ഫോം. പ്രസൻറ്റ് ടെൻസിൽ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ വേർബ് എപ്പോഴും V1 ഫോമിലായിരിക്കും. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സിംഗുലർ സബ്ജക്റ്റ്, വേർബ് പ്ലസ് എസ് ഓർ ES. പ്രസൻറ്റ് ടെൻസിൽ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ അതിലെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ചേർത്ത് കൊടുക്കണം. എക്സാമ്പിൾ, രാജു ഡ്രിങ്ക്സ് മിൽക്ക്. രാജു പാല് കുടിക്കുന്നു. ഇതൊരു പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസാണ്. ഇതിൽ സബ്ജക്റ്റ് രാജു സിംഗുലർ ആണ്, ഒരാളുള്ളാണ് സിംഗുലർ. അതുകൊണ്ട് ഡ്രിങ്ക് എന്ന വേർബിൻ്റെ കൂടെ എസ് കൊടുത്തു. പ്രസൻറ്റ് ടെൻസിൽ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ്സോ ESO കൊടുക്കണം. ഇവിടെ എസ് കൊടുത്തു. അടുത്ത സെൻറ്റൻസ്, രാജു ഗോസ് ടു സ്കൂൾ. രാജു സ്കൂളിലേക്ക് പോകുന്നു. ഇവിടെയും പ്രസൻറ്റ് ടെൻസാണ്, സബ്ജക്റ്റ് സിംഗുലർ ആണ്. അതുകൊണ്ട് ഗോ എന്ന വേർബിൻ്റെ കൂടെ ES കൂട്ടിക്കൊടുത്തു. ES അപൂർവമായിട്ടാണ് വരാറ്, അധികവും എസ് ആണ് വരിക. ഞാൻ രണ്ടിനും ഒരു ഉദാഹരണം കാണിച്ചു എന്നുള്ളൂ. ഇനി പ്ലൂറൽ സബ്ജക്റ്റ്, നോ എസ് ഓർ ES വിത്ത് വേർബ്.
സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ്സോ ഇ എസ്സോ ഉണ്ടാവില്ല. സിംഗുലർ ആണെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എക്സാമ്പിൾ ഉദാഹരണം, ദേ ഡ്രിങ്ക് മിൽക്ക്, അവർ പാല് കുടിക്കുന്നു. ഇത് പ്രസൻറ്റ് ടെൻസാണ്. സബ്ജക്റ്റ് പ്ലൂരലാണ്, ദേ അവർ, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അതുകൊണ്ട് ഡ്രിങ്ക് എന്ന വേർബിൻ്റെ കൂടെ എസ്സോ ഇ എസ്സോ നമ്മൾ ആഡ് ചെയ്തില്ല. ഇനി ഫ്യൂച്ചർ ടെൻസ്. വേർബ് വിൽ പ്ലസ് V1 ഫോം. ഫ്യൂച്ചർ ടെൻസിൽ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പം വേർബ് V1 ഫോമിലായിരിക്കും. വേർബിൻ്റെ മുമ്പ് ഒരു വില്ല് ചേർത്ത് കൊടുക്കണം. ഉദാഹരണം, എക്സാമ്പിൾ, രാജു വിൽ ഡ്രിങ്ക് മിൽക്ക്, രാജു പാല് കുടിക്കും. ഇവിടെ സെൻറ്റൻസ് ഫ്യൂച്ചർ ടെൻസിലാണ്. അതിൽ വേർബ് V1 ആണ്. വേർബിൻ്റെ മുന്നിൽ ഒരു വില്ല് കൊടുത്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാസ്റ്റ് ടെൻസിലും പ്രസൻറ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും സെൻറ്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പാസ്റ്റ് ടെൻസിലാവുമ്പം വേർബ് V2 ഫോമിലാവണം. പ്രസൻറ്റ് ടെൻസിൽ വേർബ് V1ലാണ്. ഫ്യൂച്ചർ ടെൻസിലും വേർബ് V1ലാണ്. ഫ്യൂച്ചർ ടെൻസിൽ വേർബിൻ്റെ മുന്നിൽ ഒരു വില്ലുണ്ടാവും. പ്രസൻറ്റ് ടെൻസിൽ വില്ലുണ്ടാവില്ല. പ്രസൻറ്റ് ടെൻസിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ്സോ ഇ എസ്സോ ഉണ്ടാവും. പ്ലൂരൽ ആണെങ്കിൽ അതുണ്ടാവില്ല. ഇനി നെഗറ്റീവ് സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലും പ്രസൻറ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും എങ്ങനെയൊക്കെ പറയാമെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാസ്റ്റ് ടെൻസ് വേർബ് ഡിഡ് നോട്ട് പ്ലസ് V1 ഫോം. പാസ്റ്റ് ടെൻസിൽ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് പറയുമ്പം വേർബ് V1 ഫോമിലാവണം. അതിൻ്റെ മുന്നിൽ ഒരു ഡിഡ് നോട്ട് ചേർത്ത് കൊടുക്കണം. എക്സാമ്പിൾ, രാജു ഡിഡിൻ ഡ്രിങ്ക് മിൽക്ക്, രാജു പാല് കുടിച്ചില്ല. ഇത് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് വേർബ് V1 കൊടുത്തു, അതിൻ്റെ മുമ്പ് ഡിഡിൻറ്റും ചേർത്ത് കൊടുത്തു. ഡിഡ് നോട്ട് ചുരുക്കി എഴുതുന്നതാണ് ഡിഡിൻറ്റ്. ഇനി പ്രസൻറ്റ് ടെൻസ് വേർബ് V1 ഫോം. വേർബ് V1 ഫോമിലായിരിക്കും. അതിൻ്റെ കൂടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ, ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസ് നോട്ട് പ്ലസ് വേർബ്, വേർബിൻ്റെ കൂടെ ഡസ് നോട്ട് ഉണ്ടാവും. എക്സാമ്പിൾ, രാജു ഡസിൻറ്റ് ഡ്രിങ്ക് മിൽക്ക്, രാജു പാല് കുടിക്കുന്നില്ല. ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, പ്രസൻറ്റ് ടെൻസാണ്. ഇവിടെ രാജു സബ്ജക്റ്റാണ്, സിംഗുലർ ആണ്. അതുകൊണ്ട് ഡസ് നോട്ട് ചേർത്ത് കൊടുത്തു. ഡസ് നോട്ട് ചുരുക്കി എഴുതുന്നതാണ് ഡസിൻറ്റ്. ഇനി പ്ലൂരൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഡു നോട്ട് പ്ലസ് വേർബ്, വേർബിൻ്റെ മുന്നിൽ ഡു നോട്ട് കൊടുക്കും. സിംഗുലർ ആണെങ്കിൽ ഡസ് നോട്ട്, പ്ലൂരൽ ആണെങ്കിൽ ഡു നോട്ട്. എക്സാമ്പിൾ ഉദാഹരണം, ദേ ഡോണ്ട് ഡ്രിങ്ക് മിൽക്ക്, അവർ പാല് കുടിക്കുന്നില്ല. പ്രസൻറ്റ് ടെൻസാണ്, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. സബ്ജക്റ്റ് ദേ, അവർ, ഒരുപാട് ആളുകളുണ്ട്, പ്ലൂരലാണ്. അതുകൊണ്ട് ഡു നോട്ട് കൊടുത്തു. ഡു നോട്ട് ചുരുക്കി എഴുതുന്നതാണ് ഡോണ്ട്. ഇനി ഫ്യൂച്ചർ ടെൻസ് വേർബ് വിൽ പ്ലസ് നോട്ട് പ്ലസ് V1 ഫോം. വേർബ് V1 ഫോമിലായിരിക്കും. വേർബിൻ്റെ മുന്നിൽ വിൽ നോട്ട് ചേർത്ത് കൊടുക്കണം. എക്സാമ്പിൾ ഉദാഹരണം, രാജു വോണ്ട് ഡ്രിങ്ക് മിൽക്ക്, രാജു പാല് കുടിക്കില്ല. ഇവിടെ ഡ്രിങ്ക് V1ലാണ്. അതിൻ്റെ മുന്നിൽ വിൽ നോട്ട് ചേർത്ത് കൊടുത്തു. വിൽ നോട്ട് ചുരുക്കി എഴുതുന്നതാണ് വോണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് കൽപ്പിക്കുക, അതുപോലെ ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് അപേക്ഷിക്കുക. കമാൻഡ്, റിക്വസ്റ്റ്. കമാൻഡ് എന്നാൽ കൽപ്പന എന്നാണ്. റിക്വസ്റ്റ് എന്നാൽ അപേക്ഷ. ആദ്യം കമാൻഡ് നോക്കുക. ഓപ്പൺ ദ ഡോർ, വാതിൽ തുറക്ക്. ഡോൺ ഓപ്പൺ ദ ഡോർ, വാതിൽ തുറക്കരുത്. സ്റ്റോപ്പ് ദർ, അവിടെ നിൽക്ക്. ഡോൺ സ്റ്റോപ്പ് ദർ, അവിടെ നിൽക്കരുത്. വാഷ് യുവർ ഹാൻഡ്സ്, നിൻ്റെ കൈകൾ കഴുക്. ഡോൺ വാഷ് യുവർ ഹാൻഡ്സ്, നിൻ്റെ കൈകൾ കഴുകരുത്. സാധാരണ ഒരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ വേർബ് കൊണ്ടാണ് തുടങ്ങുക. ഓപ്പൺ വേർബാണ്, സ്റ്റോപ്പ് വേർബാണ്. ചെയ്യരുത് എന്ന്
പറയണമെങ്കിൽ തുടക്കത്തിൽ ഡോണ്ട് ചേർത്ത് കൊടുത്താൽ മതി. ഓപ്പൺ ദ ഡോർ, ഡോൺ ഓപ്പൺ ദ ഡോർ. ഇനി നമ്മൾ അപേക്ഷയാണ്, റിക്വസ്റ്റാണ് പറയുന്നത് എങ്കിൽ കമാൻഡിൻ്റെ തുടക്കത്തിൽ ഒരു പ്ലീസ് ചേർത്ത് കൊടുക്കുക. പ്ലീസ് ഓപ്പൺ ദ ഡോർ, ദയവ് ചെയ്ത് ആ ഡോറൊന്ന് തുറക്കുമോ. പ്ലീസ് ഡോൺ ഓപ്പൺ ദ ഡോർ, ദയവ് ചെയ്ത് ആ ഡോറൊന്ന് തുറക്കാതിരിക്കുമോ, നെഗറ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ. പ്ലീസ് സ്റ്റോപ്പ് ദ, ദയവ് ചെയ്ത് അവിടെ ഒന്ന് നിൽക്കുമോ. പ്ലീസ് ഡോൺ സ്റ്റോപ്പ് ദർ, ദയവ് ചെയ്ത് അവിടെ ഒന്ന് നിൽക്കാതിരിക്കുമോ. നമ്മൾ കമാൻഡ് നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞു, റിക്വസ്റ്റ് നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാക്കുകളാണ്. ആ വാക്കുകൾ ആദ്യം ഞാനൊന്ന് വായിച്ചു തരാം. ആം, ഈസ്, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്. ഇനി ഇവയുടെ അർത്ഥങ്ങളും ഉപയോഗങ്ങളും പരിചയപ്പെടാം. ആം, ഈസ്, ആർ മൂന്നിൻ്റെയും അർത്ഥം ആകുന്നു എന്നാണ്. എന്നാൽ ആം ഐൻ്റെ കൂടെയാണ് വരിക. ഉദാഹരണം, ഐ ആം ഗോയിങ് ടു ഡൽഹി, ഞാൻ ഡൽഹിയിലേക്ക് പോവുകയാകുന്നു. ഈസ് ആകുന്നു, സിംഗുലർ സബ്ജക്റ്റ്, ഹി ഈസ് ഗോയിങ് ടു ഡൽഹി. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലാണ് ഈസ് ഉപയോഗിക്കുക. ഹി ഈസ് ഗോയിങ് ടു ഡൽഹി, അവൻ ഡൽഹിയിലേക്ക് പോവുകയാകുന്നു. ഇവിടെ സബ്ജക്റ്റ് ഹി എന്നാണ്, സിംഗുലർ ആണ്. ഇനി ആർ ആകുന്നു, പ്ലൂറൽ സബ്ജക്റ്റ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലാണ് ആർ ഉപയോഗിക്കുക. ഉദാഹരണം, ദേ ആർ ഗോയിങ് ടു ഡൽഹി, അവർ ഡൽഹിയിലേക്ക് പോവുകയാകുന്നു. ഈ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ദേ, അവർ പ്ലൂറലാണ്, അതുകൊണ്ട് ആർ ഉപയോഗിച്ചു. ഇവിടെ ദേ ഈസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതുപോലെ ഹി ഈസ് ഗോയിങ് ടു ഡൽഹി എന്ന സെൻറ്റൻസിൽ ഹി ആർ ഗോയിങ് ടു ഡൽഹി എന്ന് പറയാൻ പറ്റില്ല, ഹി ആം ഗോയിങ് ടു ഡൽഹി എന്ന് പറയാൻ പറ്റില്ല. സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഈസേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അർത്ഥം ആം, ഈസ്, ആർ എന്നാൽ ആകുന്നു എന്നാണ്, പക്ഷേ അവയുടെ ഉപയോഗങ്ങൾ വ്യത്യസ്തമാണ്. ഇനി വാസ്, വേർ രണ്ടിൻ്റെയും അർത്ഥം ആയിരുന്നു എന്നാണ്. വാസ് സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ ഉപയോഗിക്കുന്നു, വേർ സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോൾ ഉപയോഗിക്കുന്നു. അവിടെ ഉദാഹരണം നോക്കുക. ഷീ വാസ് ഗോയിങ് ടു ഡൽഹി, ദേ വേർ ഗോയിങ് ടു ഡൽഹി, അവൾ ഡൽഹിയിലേക്ക് പോവുകയായിരുന്നു, അവർ ഡൽഹിയിലേക്ക് പോവുകയായിരുന്നു. ഷീ സിംഗുലർ ആയതുകൊണ്ട് വാസ് ഉപയോഗിച്ചു, ദേ പ്ലൂറൽ ആയതുകൊണ്ട് വേർ ഉപയോഗിച്ചു. ഇനി ആം, ഈസ്, ആർ, വാസ് ആൻഡ് വേർ ഇവയുടെ ഒരു പ്രത്യേകത പറയാണ്. V1 + ing ഫോം വേർബ്. വേർബ് V1 + ing ഫോമിലായിരിക്കും. ആമോ, ഈസോ, ആറോ, വാസോ, വേറോ ഒരു സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസിലെ വേർബിൻ്റെ കൂടെ ing വന്നിരിക്കും. ഇവിടെ ഐ ആം ഗോയിങ്, ആം വന്നതുകൊണ്ട് ഗോ എന്നതിൻ്റെ കൂടെ ing വന്നു. ഈസ് ഗോയിങ്, ആർ ഗോയിങ്, വാസ് ഗോയിങ്, വേർ ഗോയിങ്. ആം, ഈസ്, ആറ്, വാസ്, വേർ ഇവ ഒരു സെൻറ്റൻസിൽ വന്നാൽ ആ സെൻറ്റൻസിലെ വേർബിൻ്റെ കൂടെ ing ഉണ്ടാവൽ നിർബന്ധമാണ്. അടുത്തത് ഹാസ്, ഹാവ് രണ്ടിൻ്റെയും അർത്ഥം ഉണ്ട് എന്നാണ്. ഹാസ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഉപയോഗിക്കും, ഹാവ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഉപയോഗിക്കും. ഉദാഹരണം, ഷീ ഹാസ് ഗോൺ ടു ഡൽഹി, അവൾ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. ദേ ഹാവ് ഗോൺ ടു ഡൽഹി, അവർ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ട് ഹാസ് ഉപയോഗിച്ചു, സബ്ജക്റ്റ് ദേ ആയതുകൊണ്ട് ഹാവ് ഉപയോഗിച്ചു. അടുത്തത് ഹാഡ്, ഉണ്ടായിരുന്നു. ദേ ഹാഡ് ഗോൺ ടു ഡൽഹി, അവർ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഒക്കെ സെയിം ആണ്. ഷീ ഹാഡ് ഗോൺ ടു ഡൽഹി എന്ന് തന്നെയാണ് പറയുക. ഇനിയൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഹാസ്, ഹാവ് ആൻഡ് ഹാഡ് ഇവയുടെ ഒരു പ്രത്യേകത V3 ഫോം വേർബ്. ഹാവ്, ഹാസ്, ഹാഡ് ഒരു സെൻറ്റൻസിൽ വന്നാൽ ആ സെൻറ്റൻസിലെ വേർബ് V3 ഫോമിലായിരിക്കും. ഹാവ് ഗോൺ, ഗോ, വെൻറ്റ്, ഗോൺ
ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ വേർബിനും V1 V2 V3 എന്ന 3 രൂപങ്ങളുണ്ട് എന്ന്. ഇനി മറ്റൊരു കാര്യം, വി ക്യാൻ ഫോം ക്വസ്റ്റ്യൻസ്. നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ചേഞ്ചിങ് പൊസിഷൻസ് ഓഫ് സബ്ജക്ട്സ്. സബ്ജക്റ്റുകളുടെ സ്ഥാനം മാറ്റിക്കൊണ്ട്. അതായത് നമ്മളിപ്പോൾ പഠിച്ച ഈ വാക്കുകളുണ്ടല്ലോ, ഇവ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലേക്ക് കൊണ്ടുവന്നാൽ അതൊരു ക്വസ്റ്റ്യനായി മാറും. ഇപ്പോൾ ഈ സെൻറ്റൻസിൻ്റെയൊക്കെ തുടക്കത്തിലുള്ളത് സബ്ജക്റ്റാണ്. ഇനി സബ്ജക്റ്റിനെ മാറ്റിയിട്ട് മുന്നിലേക്ക് നമ്മളിപ്പോൾ പഠിച്ച ഈ വാക്കുകൾ കൊണ്ടുവന്നാൽ ആ സെൻറ്റൻസ് ക്വസ്റ്റ്യനായി മാറും. ഈ വാക്കുകളൊക്കെ ഓക്സിലറി വേർബ്സ് ആണ്. ഫസ്റ്റ് സെൻറ്റൻസ് ഒന്ന് നോക്കുക. ഐ ആം ഗോയിങ് ടു ഡൽഹി. ഞാൻ ഡൽഹിയിലേക്ക് പോവുകയാകുന്നു. അതിലെ ആം തുടക്കത്തിലേക്ക് കൊണ്ടുവരിക. ആം ഐ ഗോയിങ് ടു ഡൽഹി? ഞാൻ ഡൽഹിയിലേക്ക് പോവുകയാണോ? ഹീ ഈസ് ഗോയിങ് ടു ഡൽഹി. ഈസ് ഹീ ഗോയിങ് ടു ഡൽഹി? അവൻ ഡൽഹിയിലേക്ക് പോവുകയാണോ? ആർ ദേ ഗോയിങ് ടു ഡൽഹി? അവർ ഡൽഹിയിലേക്ക് പോവുകയാണോ? ഷീ വാസ് ഗോയിങ് ടു ഡൽഹി. വാസ് ഷീ ഗോയിങ് ടു ഡൽഹി? അവൾ ഡൽഹിയിലേക്ക് പോവുകയായിരുന്നോ? ദേ വേർ ഗോയിങ് ടു ഡൽഹി. വേർ ദേ ഗോയിങ് ടു ഡൽഹി? അവർ ഡൽഹിയിലേക്ക് പോവുകയായിരുന്നോ? ഷീ ഹാസ് ഗോൺ ടു ഡൽഹി. ഹാസ് ഷീ ഗോൺ ടു ഡൽഹി? അവൾ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടോ? ദേ ഹാവ് ഗോൺ ടു ഡൽഹി. ഹാവ് ദേ ഗോൺ ടു ഡൽഹി? അവർ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടോ? ദേ ഹാഡ് ഗോൺ ടു ഡൽഹി. ഹാഡ് ദേ ഗോൺ ടു ഡൽഹി? അവർ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നോ? അടുത്തത് ഡു, ഡസ്, ഡിഡ്, വില്ല്. ഡു, ഡസ് പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. ഡിഡ് പാസ്റ്റ് ടെൻസിലാണ് വരിക. വില്ല് ഫ്യൂച്ചർ ടെൻസിലാണ് വരിക. ആദ്യം ഡു. ഡു എന്നാലും ഡസ് എന്നാലും ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഡിഡ് ചെയ്തു എന്നാണ് അർത്ഥം. ഡു ചെയ്യുന്നു. പ്ലൂരൽ സബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലൂരൽ ആകുമ്പോഴാണ് ഡു ഉപയോഗിക്കുക. അപ്പോൾ ഡസ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഉപയോഗിക്കും. ഉദാഹരണം, ദേ ഗോ ടു സ്കൂൾ. പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അവർ സ്കൂളിലേക്ക് പോകുന്നു. അത് ശരിക്കും ഡു പ്ലസ് ഗോ, അതാണ് ഗോ. ഇത് നമുക്കതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് കാണുമ്പോൾ വ്യക്തമായി മനസ്സിലാകും. ദേ ഗോ ടു സ്കൂൾ. അവർ സ്കൂളിലേക്ക് പോകുന്നു. ഇനി അവർ സ്കൂളിലേക്ക് പോകുന്നില്ല. ദേ ഡോൺ ഗോ ടു സ്കൂൾ. അവർ സ്കൂളിലേക്ക് പോകുന്നില്ല. കണ്ടോ, ഡു പ്ലസ് നോട്ട് പ്ലസ് ഗോ. ഡു നോട്ട് ഗോ. സെൻറ്റൻസ് പോസിറ്റീവ് ആകുമ്പോൾ ഡു എന്നത് നമ്മൾ എഴുതാറില്ല. എന്നാൽ നെഗറ്റീവ് ആകുമ്പോൾ ഡു എഴുതും. ദേ ഗോ ടു സ്കൂൾ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ദേ ഡോൺ ഗോ ടു സ്കൂൾ നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നെഗറ്റീവ് സെൻറ്റൻസിൽ ഡു കാണാൻ സാധിക്കും, പോസിറ്റീവിലില്ല. ശരിക്കവിടെ ഡു പ്ലസ് ഗോ എന്നതാണ് ഗോ. അടുത്തത് ഡസ്, ചെയ്യുന്നു. അർത്ഥം ഡൂൻ്റെ അതേ അർത്ഥമാണ്, പക്ഷേ സിംഗുലർ സബ്ജക്റ്റ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലാണ് ഡസ് ഉപയോഗിക്കുക. ഹീ ഗോസ് ടു സ്കൂൾ. ഡസ് പ്ലസ് ഗോ എന്നതാണ് ഗോസ്. ഡസ് പ്ലസ് ഗോ എന്നാലും ഗോസ് എന്നാലും പോകുന്നു എന്നാണ് അർത്ഥം. ഹീ ഗോസ് ടു സ്കൂൾ. ഇതിലും പോസിറ്റീവിൽ അത് കാണില്ല, നെഗറ്റീവിൽ കാണാം. ഹീ ഡസിൻറ്റ് ഗോ ടു സ്കൂൾ. അവൻ സ്കൂളിലേക്ക് പോകുന്നില്ല. ഡു ഡസ് പോസിറ്റീവിൽ കാണാൻ പറ്റില്ല, നെഗറ്റീവിൽ നമുക്കത് കാണാൻ പറ്റും. അടുത്തത് ഡിഡ്, ചെയ്തു. ഡു ഡസ് പ്രസൻറ്റ് ടെൻസിലാണ് ചെയ്യുന്നു. ഡിഡ് ചെയ്തു പാസ്റ്റ് ടെൻസിലാണ് വരിക. ഇതും പോസിറ്റീവ് സെൻറ്റൻസിൽ സാധാരണ കാണില്ല, നെഗറ്റീവ് സെൻറ്റൻസിലാണ് കാണുക. ഹി വെൻറ്റ് ടു സ്കൂൾ. വെൻറ്റ് എന്നത് ഡിഡ് പ്ലസ് ഗോ ആണ്. ഡിഡ് പ്ലസ് ഗോ എന്നാൽ പോയി, അതേ അർത്ഥം തന്നെയാണ് വെൻറ്റ്. ഹി വെൻറ്റ് ടു സ്കൂൾ. അവൻ സ്കൂളിലേക്ക് പോയി. ഇനി അതിൻ്റെ നെഗറ്റീവ് നോക്കുക. ഹി ഡിഡിൻറ്റ് ഗോ ടു സ്കൂൾ. നെഗറ്റീവായപ്പം ഡിഡ് വന്നു. അവൻ സ്കൂളിലേക്ക് പോയില്ല. അടുത്തത് വിൽ, ഭാവികാലവാചി, പൂരകകൃതി. അതായത് ഭാവി കാലത്തിൻ്റെ മേൽ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. ഹി വിൽ ഗോ ടു സ്കൂൾ. അവൻ സ്കൂളിലേക്ക് പോകും. V1 ഫോമിലുള്ള ഒരു വേർബിൻ്റെ മുന്നിൽ
വില്ല് കൊടുത്താൽ അത് ഭാവി കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നതായി മാറും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഡു, ഡസ്, ഡിഡ് ആൻഡ് വിൽ. ഇവയുടെ പ്രത്യേകത V1 ഫോം വേർബ് V1 ഫോമിലായിരിക്കും. ഡു, ഡസ്, ഡിഡ്, വില്ല് ഒരു സെൻറ്റൻസിൽ വന്നാൽ ആ സെൻറ്റൻസിൽ വേർബ് V1 ഫോമിലായിരിക്കും. V2, V3 ഫോമിൽ എഴുതാൻ പാടില്ല. അതുപോലെ വി ക്യാൻ ഫോം ക്വസ്റ്റ്യൻസ് ചേഞ്ചിങ് പൊസിഷൻസ് ഓഫ് സബ്ജക്ട്സ്. ഇവിടെയും നമുക്ക് സബ്ജക്റ്റിൻ്റെ സ്ഥാനം മാറ്റിയാൽ ഈ സെൻറ്റൻസുകളെ ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റാൻ പറ്റും. ഇവയും ഓക്സിലറി വേർബ്സ് ആണ്. ഉദാഹരണം ഡു ദേ ഗോ ടു സ്കൂൾ, അവർ സ്കൂളിലേക്ക് പോവാറുണ്ടോ. ഡസ് ഹി ഗോ ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് പോവാറുണ്ടോ. ഡിഡ് ഹി ഗോ ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് പോയോ. വിൽ ഹി ഗോ ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് പോകുമോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന വാക്കുകളാണ്. വാട്ട്, വിച്ച്, ഹൂ, വേർ, വൈ, വെൻ, ഹൗ ആൻഡ് ഹൂസ്. ഇതാണ് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ വേർഡ്സ്. വാട്ട് എന്ത്, വിച്ച് ഏത്, ഹൂ ആര്, വേർ എവിടെ, വൈ എന്തുകൊണ്ട്, വെൻ എപ്പോൾ, ഹൗ എങ്ങനെ, ഹൂസ് ആരുടെ. ഒരു ഉദാഹരണം നോക്കാം. വാട്ട് ഈസ് യുവർ നെയിം, എന്താണ് നിൻ്റെ പേര്. വിച്ച് ഫ്രൂട്ട് ഡു യു ലൈക്ക് മോസ്റ്റ്, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പഴം ഏതാണ്. ഹൂ ഈസ് യുവർ ഫ്രണ്ട്, ആരാണ് നിൻ്റെ സുഹൃത്ത്. വേർ ഡു യു ഗോ ടു സ്വിം, നീ നീന്താൻ എവിടേക്കാണ് പോവാറ്. വൈ ഡു യു ലൈക്ക് യുവർ സ്കൂൾ, എന്തുകൊണ്ട് നീ നിൻ്റെ സ്കൂൾ ഇഷ്ടപ്പെടുന്നു. വെൻ ഈസ് യുവർ ബർത്ത്ഡേ, എപ്പോഴാണ് നിൻ്റെ ബർത്ത്ഡേ. ഹൗ ഡു യു ലേൺ ഇംഗ്ലീഷ് വേർഡ്സ്, ഇംഗ്ലീഷ് വാക്കുകൾ നീ എങ്ങനെയാണ് പഠിക്കുന്നത്. ഹൂസ് ബുക്ക് ഈസ് ദീസ്, ഇത് ആരുടെ പുസ്തകമാണ്. ദർ വിൽ ബി ആൻ ഓക്സിലറി വേർബ് ഇൻ ഈച്ച് സെൻറ്റൻസ്. ഓരോ സെൻറ്റൻസിലും ഒരു ഓക്സിലറി വേർബ് ഉണ്ടാകും. വാട്ട് ഈസ് യുവർ നെയിം, ഈസ് വന്നു. രണ്ടാമത്തെ സെൻറ്റൻസിൽ ഡു, മൂന്നാമത്തെ സെൻറ്റൻസിൽ ഈസ്, അടുത്ത സെൻറ്റൻസിൽ ഡു, അടുത്തതും ഡു, അതിൻ്റെ അടുത്തത് ഈസ്, അടുത്തത് ഡു, അവസാനം ഈസ്. എല്ലാ സെൻറ്റൻസിലും ഒരു ഓക്സിലറി വേർബ് ഉണ്ട്. ഇനി കുറച്ച് പ്രിപ്പോസിഷൻസ് ആണ്. പ്രിപ്പോസിഷൻ എന്നാൽ ഒരു സെൻറ്റൻസിലെ വാക്കുകൾ തമ്മിലുള്ള ബന്ധം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഓൺ മേൽ എന്നാണ്. ഐ സാറ്റ് ഓൺ ദ ബെഞ്ച്, ഞാൻ ബെഞ്ചിന്മേലിരുന്നു. ഇൻ ഇൽ എന്നാണ് അർത്ഥം. ഹി ഫെൽ ഇൻ ദ വാട്ടർ, അവൻ വെള്ളത്തിൽ വീണു. ഫ്രം ഇൽ നിന്നും. ഐ റിട്ടേൺ ഫ്രം സ്കൂൾ, ഞാൻ സ്കൂളിൽ നിന്നും മടങ്ങി. ഓഫ് എന്നാൽ യുടെ, ൻ്റെ എന്നൊക്കെ അർത്ഥം. ഐ സോ ഹൗസ് ഓഫ് ഫാത്തിമ, ഞാൻ ഫാത്തിമയുടെ വീട് കണ്ടു. ഫോർ വേണ്ടി. ഹി ബഗ്ഡ് ഫോർ ഫുഡ്, അവൻ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചു. ടു ലേക്ക്. ദേവിക വെൻ ടു സ്കൂൾ, ദേവിക സ്കൂളിലേക്ക് പോയി. അവസാനമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോനൗൺസ് ആണ്. പ്രോനൗൺ എന്നാൽ നൗണിന് പകരം വരുന്ന വാക്കാണ്. ഉദാഹരണം ഫാത്തിമ ഈസ് എ ടീച്ചർ, ഫാത്തിമ ഒരു ടീച്ചറാണ്. ഷീ വർക്ക്സ് ഇൻ ക്രസൻറ്റ് സ്കൂൾ ഒഴുകൂർ, അവൾ ഒഴുകൂർ ക്രസൻറ്റ് സ്കൂളിൽ ജോലി ചെയ്യുന്നു. ഇവിടെ രണ്ടാമത്തെ സെൻറ്റൻസ് തുടങ്ങുന്നത് ഷീ എന്ന വാക്കുകൊണ്ടാണ്. അത് ഒന്നാമത്തെ സെൻറ്റൻസിലെ ഫാത്തിമ എന്ന വാക്കിന് പകരം വന്ന വാക്കാണ്. പ്രോനൗൺസ് ഏതൊക്കെയെന്ന് നോക്കാം. ഐ ഞാൻ, ഹി അവൻ, ഷീ അവൾ, ദേ അവർ, വി ഞങ്ങൾ, യു നീ. ഇനി ഈ പ്രോനൗൺസ് ഒബ്ജക്റ്റായി വരുമ്പോൾ മീ എന്നെ, ഹിം അവനെ, ഹ അവളെ, ദം അവരെ, അസ് ഞങ്ങളെ, യു നിന്നെ. ഇനി പൊസസീവ് ഫോംസിൽ വരുമ്പോൾ, അതായത് ഉടമസ്ഥതയുടെ മേൽ അറിയിക്കുന്ന രൂപത്തിൽ വരുമ്പോൾ മൈ എൻ്റെ, ഹീസ് അവൻ്റെ, ഹ അവളുടെ, ദർ അവരുടെ, അവർ ഞങ്ങളുടെ, യുവർ നിൻ്റെ നിങ്ങളുടെ. ഇവിടെ യു എന്നാൽ നീ നിന്നെ, നിങ്ങൾ നിങ്ങളെ എന്നൊക്കെ അർത്ഥമുണ്ട്. ഹർ എന്നാൽ
അവളെ, അവളുടെ എന്നൊക്കെ അർത്ഥമുണ്ട്. അത് നമ്മൾ സാഹചര്യത്തിനനുസരിച്ചാണ് അർത്ഥം പറയുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിച്ചാൽ ഇംഗ്ലീഷ് വളരെ ഈസിയായി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും.